വന്നു. ഞാൻ ചിലതൊക്കെ ഓർത്ത് ഒന്ന് മയങ്ങിപ്പോയി. നീ ഔട്ട് ഓഫ് മൂഡിലാണെന്ന് തോന്നുന്നു. ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോവാം. മൂഡ് ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. കമോൺ, നമുക്ക് ഒരുങ്ങാം. ഹലോ ഗോമസ്. പള്ളി വന്നപ്പോ അച്ഛൻ പറഞ്ഞു സാർ ഇവിടെ വന്നിട്ടുണ്ട്. വയ്യാതെ ഇങ്ങനെ നടക്കുന്ന എന്തിനാ? ഒരു 5 മിനിറ്റ് നിൽക്കൂ, ഞാനൊരു ടാക്സി വിളിച്ചോണ്ടിരാം. വേണ്ട, താങ്ക്സ് ഗോമസ്. ലക്ഷ്യത്തിലെത്താൻ വേഗത പോരെന്ന് കരുതി ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ലക്ഷ്യമില്ല, അതുകൊണ്ട് ധൃതിയില്ല. ആ, ബെന്നിയുടെ കത്തൊക്കെ ഉണ്ടോ? ഉണ്ട്, അവനടുത്ത് തന്നെ വരും. എന്നാ ഗോമസ് പോയിക്കോളൂ. വേണ്ട, ഞാൻ അവിടെ വരെ കൊണ്ടാക്കാം. ആട്ടെ. എല്ലാം നഷ്ടപ്പെട്ടു. ഇതോടെ നമ്മൾ തകരുകയാണ് ലവ്ലി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലേ? നമ്മുടെ കമ്പനി അയച്ച ചരക്കുകളുടെ ക്വാളിറ്റി മോശമാണെന്ന് അവർ കണ്ടുപിടിച്ചു. എന്റെ പേരിൽ കേസ് കൊടുക്കാൻ ആ വിദേശ കമ്പനിയുടെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. എന്തിനീ ചതി ചെയ്തു? 25 ലക്ഷം രൂപയുടെ ഇടപാടാണ്. ലക്ഷക്കണക്കിന് ലാഭം കിട്ടേണ്ടതാണ്. ഇപ്പൊ എല്ലാം തകർന്നു. എന്ന് മാത്രമല്ല, ഞാൻ കേസിൽ പ്രതിയുമാകും. എന്തെങ്കിലും ഒത്തുതീർപ്പിന് ശ്രമിക്കാത്ത എന്ത്? ആ കമ്പനിയുടെ ആൾക്കാർ വിചാരിച്ചാൽ കേസ് ഒതുക്കാം. അവരെങ്ങനെ ചെയ്യുമോ? നീ വിചാരിച്ചാൽ ചിലപ്പോൾ സാധിച്ചേക്കും. ഞാൻ വിചാരിച്ചാലോ? മനസ്സിലായില്ല. നീ അവരെ ചെന്ന് കാണണം. നമ്മുടെ കാര്യം സാധിക്കാൻ എന്ത് ത്യാഗവും ചെയ്യണം. What do you mean? മറ്റു മാർഗമൊന്നുമില്ല. നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ദയവ് ചെയ്ത് എന്നോടിത് പറയരുത്. എങ്കിൽ വേണ്ട, ഞാൻ ജയിലിൽ പൊയ്ക്കോളാം. Come in. Who are you? I am Mrs. Lovely DeCruz. Oh, Mrs. DeCruz. Please take your seat. Take your seat. How beautiful you are. Mrs. DeCruz. ഇത്ര സുന്ദരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സാർ, ഞങ്ങളെ രക്ഷിക്കണം. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാൻ ഉടനെ വന്നേക്കാം. താങ്ക് യു. ഓക്കെ. അല്പം കുടിക്കൂ. നോ താങ്ക് യു. കമ്പനി സേക്കിന് വേണ്ടി. ഇപ്പോഴെനിക്ക് വേണ്ട. അല്പം കുടിക്കൂ. കുറച്ചുകൂടി. അപ്പോ എന്തിനാ വന്നത്? എന്താ വേണ്ടത്? ഞങ്ങളെ രക്ഷിക്കണം. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഭയപ്പെടണ്ട. വരൂ. എന്നെ ആശ്രയിക്കുന്നവരെ, വിശ്വസിച്ച് പെണ്ണുങ്ങളെ ഞാൻ കൈവിടാറില്ല. അതാണ് എന്റെ സ്വഭാവം. You are saved. Lovely. Lovely. Thank you, dear.
You need it. ഓ സോറി, ഡാഡി വന്ന വിവരം ഞാൻ അറിഞ്ഞു. നീ അത് അറിഞ്ഞിട്ട് ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു. യുവർ സണ്ണിൽ ഈസ് വെരി ബിസി. മീ ടു. നീ ആകെ മാറിയിരിക്കുന്നു. യു ഹാവ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഡാഡി കൊതിച്ചതും ഈ മാറ്റമല്ലേ? നീ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? അല്ല, ഇപ്പോഴും ഞാൻ പരാജയപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയാണ്. പ്ലീസ് വെയിറ്റ്. രാവിലെ തുടങ്ങിയോ? എല്ലാം മറക്കാൻ മദ്യം നല്ല മരുന്നാണെന്ന് തോന്നി തുടങ്ങി. എപ്പോഴും കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. എപ്പോഴും വ്യഭിചരിക്കുന്നതോ? ഇന്ന് ചീഫ് എഞ്ചിനീയർ വരുന്നുണ്ട്. ഉറക്കാൻ ഞാൻ പോണമായിരിക്കും. അദ്ദേഹം വിചാരിച്ചാൽ ആ പാലത്തിന്റെ വർക്ക് കിട്ടും. 50 ലക്ഷത്തിന്റെ പണിയാണ്. 10 ലക്ഷം ലാഭം പ്രതീക്ഷിക്കാം. വിശദീകരണം ഒന്നും വേണ്ട. ഏത് ഹോട്ടലിൽ എപ്പോ പോണോന്ന് പറഞ്ഞാ മതി. എല്ലാവരെയും ഇങ്ങോട്ട് വരുത്തുന്നതല്ലേ നല്ലത്. സമയം വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ.